Hi guys, welcome back to my channel. ഞാൻ നിങ്ങളെ സിഡ്നീസ് മോസ്റ്റ് മാജിക്കൽ നൈറ്റിലോട്ട് കൊണ്ടുപോകാൻ പോകുന്നുണ്ട്. അതായത് വിവിത് സിഡ്നി. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഗ്ലോയിങ് ബിൽഡിങ്സ് കാണാം, സ്ട്രീറ്റ് ഫുഡ്സ് കാണാം. നിങ്ങൾക്ക് എൻ്റെ കണ്ണിലോട്ട് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫെസ്റ്റീവ് സീസൺ അപ്പോൾ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. വിഹാൻ നല്ല ഉറക്കത്തിലാണ്, അപ്പോൾ അമ്മ അവനെ ഇരുന്ന് കാം ഡൗൺ ചെയ്ത് ഉറക്കിക്കൊണ്ടിരിക്കുന്നു. രാത്രി സമയം സിറ്റി നല്ല തണുപ്പാണ്, അപ്പോൾ ഞാൻ ശരി പഫർ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പോയി. ഞങ്ങൾ വിന്യാർഡ് സ്റ്റേഷൻ ഇറങ്ങി. ഈ വിന്യാർഡ് സ്റ്റേഷൻ ആക്ച്വലി അണ്ടർഗ്രൗണ്ടിലാണ്. നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. സിറ്റിയിലെത്തിയപ്പോൾ തന്നെ നല്ല വൈബായിരുന്നു കാണാനും കേൾക്കാനും. ഈ സൂപ്പർ ടാലന്റഡ് ആയ ബസ്കർ വാസ് പ്ലേയിങ് എ സാക്സഫോൺ. നല്ല ഒരു മെലോഡിയസ് സോങ് ആയിരുന്നു, കേൾക്കാൻ തന്നെ നല്ല വൈബായിരുന്നു. പിന്നെ ഇതാണ് നമ്മളുടെ ലൈറ്റ് ട്രെയിൻ. എല്ലാ കാഴ്ചകളും കണ്ട് അങ്ങനെ നടന്നു വന്നപ്പോൾ ഈ ഒരു സംഭവം കണ്ടതാണ്. നല്ലൊരു ശബ്ദമായിരുന്നില്ലേ? അത് നമ്മളുടെ കാറ്റിൽ വരുന്ന മ്യൂസിക് ആയിരുന്നേ. ഈ പ്രൊജക്ഷൻ കസ്റ്റം ഹൗസിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടായിരുന്നു. ഈ ഷോയുടെ പേര് ഗംസ്കേപ്പ് വിത്ത് റോഡ്സ് ആൻഡ് ക്രീച്ചേഴ്സ് ആണ്. ഇതിൽ ആർട്ടിസ്റ്റ് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, ബീങ് എ ക്വർക്കി സൈക്കഡലിക് ഓസ്ട്രേലിയ ടു ലൈഫ് വിത്ത് നേറ്റീവ് ആനിമൽസ്. ഇതൊക്കെ അവർ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നേ. കണ്ടില്ലേ, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? ഞാൻ തന്നെ വണ്ടർ അടിച്ചു പോയി. ഷോ കണ്ടതിന് ശേഷം ഞങ്ങൾ ഓപ്പറ ഹൗസിലോട്ട് പോവാണ്. ഇതുവരെ കാണിച്ച സ്ഥലത്തിന്റെ പേരാണ് സർക്കുലർ കീ. ഇതാണ് നമ്മളുടെ സിഡ്നിയിലുള്ള ഫെറി. ഈ സിറ്റീസും ഹാർബർ ബ്രിഡ്ജും അതിലുള്ള മറ്റ് ഷോവും പിന്നെ ഈ കളർഫുൾ ലൈറ്റ്സും കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ ഇത്ര ഭംഗിയായിട്ടിരുന്നപ്പോൾ ഐ വാസ് വെയിറ്റിംഗ് ടു സീ ഓപ്പറ ഹൗസ്. നിങ്ങൾ തന്നെ പറ, ഓപ്പറ ഹൗസിനെ കാണാൻ എങ്ങനെ ഉണ്ട് എന്ന്. ഇതിൽ ഓപ്പറ ഹൗസിനെ കുറിച്ച് ഓവർവ്യൂ തന്നിട്ടുണ്ട്.
അതുവരെ പോയിട്ട് നമ്മൾ ഫാമിലി പിക്ചർ എടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ, അപ്പോൾ അതും എടുത്തു. സിഡ്നി ഓപ്പറ ഹൗസ് ലൈറ്റ് പ്രൊജക്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് സ്ട്രീറ്റ് തിരഞ്ഞിട്ട് നടന്നുകൊണ്ടുണ്ടായിരുന്നു. ഈ വിസിറ്റ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് വിഹാനായിരുന്നു. വിഹാനിന് ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വിഹാന് ഈ ലൈറ്റ് ഷോ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എവിടെ കണ്ടാലും ഞങ്ങൾ അവിടെ കുറച്ച് നേരം പോയി സ്പെൻഡ് ചെയ്യും. സോ ദാറ്റ് ഹി എൻജോയ്സ് ഇറ്റ്. അവനത് കണ്ടുകൊണ്ടുണ്ടാവും. ഈ ഡിസ്പ്ലേ വന്നിട്ട് മ്യൂസിയം ഓഫ് കോണ്ടംപററി ആർട്ടിൻ്റെ ഫ്രണ്ടിലായിരുന്നു. ഉള്ളിൽ ലൈറ്റ്സ് ഒക്കെ ലിറ്റ് ചെയ്തിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഫോട്ടോസ് നിറയെ ആൾക്കാർ വന്നപ്പോൾ എടുത്തു. അപ്പം ഞങ്ങളുടെ ടേൺ വന്നപ്പോൾ ഞങ്ങൾ വന്നെടുത്തു. അങ്ങനെ നടന്ന് ഞങ്ങൾ ഫുഡ് കോർട്ടിലെത്തി. അവിടെ നിറയെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം ബ്രൗസ് ചെയ്തിട്ട് പിന്നെ എവിടെ നിന്ന് കഴിക്കണമെന്ന് നോക്കിയിട്ട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നായിരുന്നു ഞങ്ങൾ ഫുഡ് മേടിച്ച് കഴിച്ചത്. നടന്ന് എല്ലാവരും ടയേർഡായി. അപ്പോൾ ഞങ്ങൾ റിട്ടേൺ വീട്ടിലോട്ട് തിരിക്കാറായി. ഹായ് ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ കണ്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ എൻഡിങ് വിട്ട് പോയി എടുക്കുകയാണ്. അപ്പോൾ നല്ല ലേറ്റായി. അപ്പോൾ ഞാൻ എടുക്കാൻ അത്ര വാവൊക്കെ ഉറങ്ങിക്കൊണ്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അത്ര എടുത്തില്ല. അപ്പോൾ ഇതുവരെ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.